എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം നത്തോലി ഫ്രൈ റെസിപ്പിയാണേ. നല്ല ടേസ്റ്റോടു കൂടി നമ്മുടെ ഉണക്ക നത്തോലിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല ടേസ്റ്റോടു കൂടി തയ്യാർ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു 1/4 കപ്പ് അളവിൽ നത്തോലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം തലയും വാലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളയണം. അതിന് ശേഷം 4-5 തവണ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 4-5 തവണ നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ തലയും വാലൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോട്ടെ. അതിന് ശേഷം ബാക്കിയുള്ളത് കാണിച്ചു തരാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം എടുത്തിട്ടുള്ളതാണ് ഈ ഒരു നത്തോലി. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിൽ ഇനി പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പ് ഓൾറെഡി ഇതെത്ര കഴുകിയാലും അതിന് ആവശ്യമായ ഉപ്പ് ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവസാനം ഉപ്പ് നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ചേർത്ത് കൊടുക്കുക. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഞാനിവിടെ നല്ല ചീഞ്ചട്ടി എടുത്തിട്ടുള്ളത്. ചീഞ്ചട്ടി നന്നായി ചൂടായി വരട്ടെ. അതിന് ശേഷം അതിനകത്തോട്ട് എണ്ണ ചേർക്കുക. ഇത് പൊരിക്കാൻ ആവശ്യമായ അളവിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു പൊൻനിറമാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിനകത്തോട്ട് 8-9 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ചതച്ചതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി റോസ്മേലൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിന് ശേഷം ഒരു ചെറിയ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ച് ചേർക്കാവേ. അപ്പോൾ 3 പച്ചമുളക് നെടുകെ കീറിയത് നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. വലിയൊരു സവാള പൊടിയായി നുറുക്കിയത് അതുകൂടെ നമുക്ക് ഇതിന് ചേർക്കണം. ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ബ്രൗൺ കളറിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിനകത്തോട്ട് ചെറിയൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഇതിനാവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് നന്നായി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായി എണ്ണയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു സമയം വരും. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടേ. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇനി ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മളാകെ കുറച്ചല്ലേ ഉള്ളൂ, 1/4 കപ്പേ ഉള്ളൂ മീൻ. അപ്പോൾ നമ്മുടെ എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാതെ. പച്ചമുളകും ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. സ്വല്പം കറിവേപ്പില കൂടെ ചേർത്ത് പൊടികളുടെ റോസ്മേൽ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക.
അപ്പോൾ പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കാണുമ്പോൾ ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നോട്ടെ. ഈ ഒരു കൂട്ടിനകത്തോട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നത്തോലി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത നത്തോലിയാണ്. അപ്പോൾ ഈ നത്തോലിയിൽ ഈ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ നന്നായി ഒന്ന് പിടിച്ച് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോഴത്തേനും നമ്മുടെ ഡ്രൈ നത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കുന്നവരെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ നത്തോലി തൊക്ക് അല്ലെങ്കിൽ ഡ്രൈ നത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചുടു ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.